ഇത് മാസ് മോട്ടോഴ്സിൽ ഹോണ്ട ആക്റ്റീവോ 5G വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റുക, വാട്ടർ സർവീസ് ചെയ്യുക, പിന്നെ ഓൾറൗണ്ട് കാർഡ് ഫ്രണ്ടിൽ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും റെഡിയാക്കി വയ്ക്കുക. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ച് സൈഡ്, എയർ ഫിൽറ്റർ തുടങ്ങിയ ബാക്കി ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ബ്രേക്ക് ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഫ്രണ്ട് വീൽ അഴിച്ചാണ്. അതിന് ശേഷം നമ്മൾ ബാക്ക് കൂടി അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കും കേട്ടോ. നിലവിൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ബാക്കിലത്തെ ടയറിൻ്റെ ആയാലും കണ്ടീഷൻ ഓക്കെയാണ്, ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ്, ബെയറിങ് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. കമ്പനി ഫിൽറ്റർ അടങ്ങാൻ വലിയ പഴക്കമായിട്ടില്ല. അതേപോലെ ക്ലച്ച് സൈഡ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ ബെൻഡെക്സ്, വേരിയേറ്റർ ബോഡിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നിലവിൽ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല കേട്ടോ. ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റ് ആയാലും കമ്പനി ബെൽറ്റ് കിടക്കണേ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ക്ലച്ച് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ്. അപ്പോൾ ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് ഈ സൈഡ് വേണമെങ്കിൽ ഹോൾസെയിലൊന്നും വേണമെങ്കിൽ മാറ്റിയിടാം. കാരണം അവിടെ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്. ആ സൈഡ് വേറെ പ്രോബ്ലം ചിലപ്പോൾ വേണമെങ്കിൽ ഇതൊന്നും മാറ്റിയിട്ടാൽ ചിലപ്പോൾ അടുത്ത സർവീസൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കൂടുതലായാലും ചെറിയൊരു നനവുള്ളൂ. എന്നാൽ പോലും നമുക്കത് ചേഞ്ച് ചെയ്ത് തരാം. പിന്നെ നമ്മളതിൻ്റെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ, ചോക്കിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലൈൻറ്റ് ഇല്ല. കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ ഉള്ള വണ്ടികൾ, ഒട്ടുമിക്ക വണ്ടികൾ ഒന്നുമല്ല കാർബേറ്റർ പെട്രോൾ ഓവർഫ്ലോ, മിസ്സിങ്, സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് എന്തെങ്കിലും കാണിക്കാറുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്തനോളും മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വണ്ടിക്കും ഒരു 10 വണ്ടി വന്നാൽ അതിൻ്റെ 8 വണ്ടിയുടെയും കാർബേറ്റർ കംപ്ലൈൻ്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്താലും ശരിയാവാറില്ല. അപ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ രീതി തന്നെ ഓടട്ടെ. ഹെഡിൻ്റെ ഭാഗത്തേലും വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. ബുഷൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതേപോലെ ബ്രേക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമില്ല. ബ്രേക്ക് ലൈനർ ആയാലും നമുക്ക് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. വേറെ പ്രശ്നമില്ല. ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ടിലത്തെ ബ്രേക്ക്, ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി. ടയർ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വീൽ ബെയറിംഗ് ആയാലും നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്തൊക്കെ പ്രോബ്ലം ഒന്നും നിലവിലില്ല കേട്ടോ. അപ്പോൾ ടയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബാക്ക് ടയറാണ് പെട്ടെന്ന് തീരുള്ളൂ. ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൊട്ടേഷൻ ചെയ്ത് ഇടണമായിരിക്കും കുറേ കൂടി ബെറ്റർ. ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇതിരിക്കുന്നത് 2023 ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി. വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ 9.25 വരെ വരുന്നുണ്ട്. നിലവിൽ പ്രോബ്ലം ഇല്ല, അതങ്ങനെ എടുത്ത് ഓർത്തെ. പിന്നെ അതേപോലെ പ്ലഗിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുമ്പോൾ നിലവിൽ പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരാം. അത് ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്. അത് ചില വണ്ടികൾ ഓട്ടം കുറവുള്ള വണ്ടിയായാലും ഇനി അതേപോലെ തന്നെ പൊടി കാര്യങ്ങളൊക്കെ കുറവുള്ള പ്രദേശത്ത് ഉപയോഗിക്കുന്ന വണ്ടികളായാലും കുറച്ചുകൂടിയൊക്കെ യൂസ് ചെയ്യാൻ കിട്ടാറുണ്ട്. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. ക്ലീൻ ചെയ്തിട്ടാൽ മതി. സെക്കൻഡ് ഫിൽറ്റർ യൂണിറ്റ് നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. ഓയിൽ ചേഞ്ച് കൂടി കൂടുതലുകൾ നടത്തി വിടുന്നുണ്ട്. പിന്നെ വാട്ടർ സർവീസാണ് തന്നെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം.